വിദ്യാഭ്യാസം ആരംഭിക്കണമല്ലോ. അതിലിപ്പോൾ നമുക്ക് എന്താ മാഷിൻ്റെയൊക്കെ ഒരു നിർദ്ദേശം? അത് ആ വിദ്യാലയം അതുപോലെ തന്നെ നിലനിൽക്കണം, എന്നാലേ ആ നാട് ഉയർത്തെഴുന്നേൽക്കുള്ളൂ. വിദ്യാലയം ഉണ്ടെങ്കിൽ എല്ലാവരും ഇനി ശേഷിക്കുന്ന ജനത അവിടെ തന്നെ കെട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ടോ? അവിടെ ഇനി ആ പ്രദേശം പോയി സാറേ, അത് സുരക്ഷിതമല്ല. ആ പ്രദേശം അത് പുഴയോരമൊക്കെ ആണല്ലോ, അത് പോയി. വേറെ സ്ഥലം കണ്ടെത്തി അവിടെ ഇതേപോലെ വെള്ളാർമല വിദ്യാലയം എന്ന പേരിൽ തന്നെ ആ സ്കൂൾ സൃഷ്ടിച്ച് തരണം എന്നാണ്. വെള്ളാർമല നമ്മുടെ ഹയർ സെക്കൻഡറി ഉണ്ടല്ലോ, VHS അല്ലേ? ഒക്കേഷൻ ഹയർ സെക്കൻഡറി നമ്മുടെ എത്ര ടീച്ചർമാരുള്ളത് അവിടെ? അവിടെ ഹൈസ്കൂൾ വിങ്ങിൽ മൊത്തം സ്റ്റാഫ് 31, അതായത് ഹോൾ സ്റ്റാഫ്, പാചക തൊഴിലാളി അടക്കം. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പിന്നെ പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു ടൗൺഷിപ്പ് പോലത്തെ ഒരു രീതിയിൽ കെട്ടുന്നതിന് വേണ്ടി സംബന്ധിച്ചിടത്തോളാണല്ലോ CM പറഞ്ഞിരിക്കുന്നത്. പുതിയ സ്കൂളും കെട്ടുമ്പോൾ അതിന് അനുയോജ്യമായിട്ട് നിലയിലായിരിക്കുമല്ലോ കെട്ടാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അത് സ്വാഭാവികമായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. സ്കൂളിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 100 റുപ്യ തരാൻ വേണ്ടി തയ്യാറാണ്, അത് പ്രശ്നമില്ല. വേറൊരു സ്കൂൾ കെട്ടുന്നതിന് വേണ്ടി മോഹൻലാൽ 3 കോടി രൂപ തരാമെന്ന് മോഹൻലാൽ ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു. ഞാനും മോഹൻലാലായിട്ട് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ട് ചെയ്യാമെന്ന് നിലയിൽ പറഞ്ഞു. ആ കെട്ടുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, അതേ പേരിൽ തന്നെ അതേ നിലയിൽ തന്നെ ചെയ്യാം. അത് കുറച്ച് സമയം എടുക്കുമല്ലോ. എന്താണ് അന്നേരം നമുക്ക് ഈ കുട്ടികളെ വീട്ടിലിരുത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾ പിന്നെ ഒരു പെട്ടെന്ന് ഒരു അക്കാഡമിക്കുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, പഠിത്തം തുടങ്ങാൻ പറ്റില്ല. അവർക്ക് തുടങ്ങുന്നത് അവരുടെ മാനസിക ഉല്ലാസവും അവരുടെ ഈ നടന്ന സംഭവങ്ങളെല്ലാം മറന്നു പോകുന്ന നിലയിൽ അവരുടെ പിന്നെ രീതി തന്നെ നമുക്ക് മാറ്റി കുട്ടികളെ മാഷന്മാരെല്ലാം കൂടെ ഒന്ന് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ അവിടെയുള്ള കുട്ടികളെ നമുക്ക് എവിടെ ഇരുത്താൻ വേണ്ടി പറ്റുന്നത്? താൽക്കാലികമായിട്ട് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ താൽക്കാലികമായിട്ട് ഞങ്ങൾക്കൊരു സംവിധാനം തന്നിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ ഒരു ഭാഗം അല്ല ഈ പറഞ്ഞ സ്കൂളിൽ സൗകര്യമുണ്ടോ? സൗകര്യം 465 അല്ല, ഹയർ സെക്കൻഡറിയുടെ 80 കുട്ടികളുണ്ട്. VHSയുടെ എല്ലാം കൂടി 512 കുട്ടികൾ ബാക്കിയുണ്ട്. അത് 512 20 പേര് തന്നെ നഴ്സറിയാണ്. നേരത്തെ UP-യിലുള്ള 512 കുട്ടികളാണ്. പക്ഷെ അതില് ഇവിടെ സൗകര്യമുണ്ട്, അവിടെ സാധാരണ ഏത് സ്കൂൾ അധ്യാപകരും ഇങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഒഴിവാക്കാനാണ് നോക്കുക. ഇത് അവിടുത്തെ അധ്യാപകര് ഇവിടെ അതിന് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 20 ദിവസം ക്ലാസ് തുടങ്ങാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ ഇത് മാറുന്നതോടുകൂടി ക്ലാസ് തുടങ്ങാം. ക്യാമ്പിൽ ഇവരെ പകരം താമസിക്കാനുള്ള ആലോചന ഇന്നലെ മുഖ്യമന്ത്രി ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ആരംഭിച്ചു. ക്യാമ്പ് മാറ്റിയാൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഈ ഒരു ക്ലാസ് തുടങ്ങാൻ്റെ കാര്യം ഇവിടെ മാത്രമല്ലേ ഉള്ളൂ? മറ്റേ LP സ്കൂളുണ്ടല്ലോ, അത് ഇവിടെ തന്നെ തുടങ്ങാനുള്ള അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഇപ്പോൾ വലിയ സ്കൂളാണ്. നമുക്ക് അഡീഷണലായിട്ട് വേറെ എന്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും? അഡീഷണലായിട്ട് ഒന്ന് നമുക്ക് കുട്ടികൾക്ക് മുഴുവൻ പാഠപുസ്തകം നഷ്ടപ്പെട്ടവർക്ക് മുഴുവൻ പാഠപുസ്തകം വേണ്ടി വരും. അത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു പാഠപുസ്തകം. ഒരു പുതിയ മേപ്പാടി സ്കൂളിൽ വേണ്ടത് ഇപ്പൊ ഈ ടോയ്ലറ്റ് എല്ലാം നമ്മുടെ ക്യാമ്പിന് വേണ്ടി ഒക്കെ ഉപയോഗിച്ച് പുതിയ കുറച്ച് ടോയ്ലറ്റ് പെട്ടെന്ന് അത് ചെയ്യാം. ടോയ്ലറ്റിന്റെ കാര്യം നോക്കാം. ടോയ്ലറ്റിന്റെ കാര്യം അതുപോലെ അവിടുത്തെ പിന്നെ മുറ്റം 2 എടുക്കാം. ഒന്ന് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ബാത്റൂം, അതുപോലുള്ള ചെറിയ സ്കൂളിൻ്റെ മെയിൻ്റെനൻസ്, അതെല്ലാം കൂടെ. രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് വേണ്ട കിറ്റ്, അവർക്ക് നഷ്ടപ്പെട്ടല്ലോ. യൂണിഫോം, അവർക്ക് പാഠപുസ്തകം, അവർ നോട്ട്ബുക്കുകൾ, ഒരു കിറ്റുണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടി ആവശ്യമുള്ള ഒരു വിദ്യാഭ്യാസ കിറ്റുണ്ടല്ലോ. കുടയടക്കം നമുക്ക് കൊടുക്കേണ്ടി വരും, യൂണിഫോം കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഈ 10-20 ദിവസം സമയം ഉണ്ടാവുമല്ലോ. ഇതിവിടെ ഇവിടുന്ന് എന്തായാലും പിന്നെ ക്യാമ്പ് അവസാനിപ്പിക്കുന്നതായിരിക്കും.
ക്യാമ്പ് അവസാനിപ്പിക്കാൻ താമസം ഈ ക്യാമ്പിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള വീട് കാര്യങ്ങൾ ഡയറക്ടറുടെ പോയി വിദ്യാഭ്യാസം ഞാൻ വിളിച്ചു ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ മാറ്റുന്നതാണ് കണ്ടത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം പരീക്ഷ തുടങ്ങുന്നത് സെപ്റ്റംബർ മാസം 2 മുതൽ 12 വരെയാണ് പരീക്ഷ ഉള്ളത്, ഫസ്റ്റ് ടൈം പരീക്ഷ. അത് നമുക്ക് മൊത്തത്തിൽ മാറ്റിവെക്കുന്നില്ലേ? മാറ്റിവെക്കണം എന്താണ്? ഞങ്ങളുടെ വിദ്യാലയത്തെയും പിന്നെ മറ്റു തൊട്ടടുത്ത വിദ്യാലയമില്ലേ സാർ, അവിടത്തെയും ഫസ്റ്റ് ടൈം പരീക്ഷ എന്തായാലും എഴുതാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ല. അത് രണ്ടും മാറ്റിയാൽ മതിയാവും അല്ലേ? മൊത്തത്തിൽ ജില്ല മൊത്തം മാറ്റേണ്ട കാര്യമില്ല. ഇല്ല, കാരണം അവിടെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. ഇപ്പോ ഈ ക്യാമ്പുള്ള 3-4 സ്കൂളുണ്ട്. അവിടെ വേണമെന്ന് അവരോട് കൂടി ചോദിക്കണം. കാരണം അവർ ചിലര് ഓൺലൈനായി ഇത് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പുള്ള സ്കൂളിൽ തന്നെ നമുക്ക് അത്ര റിസ്ക് എടുത്തപ്പം പരീക്ഷ നടത്തണമെന്നില്ല. അത് വലിയ ഗൗരവമുള്ള പരീക്ഷയില്ല. അതൊക്കെ 2-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന പരീക്ഷ നമുക്ക് അടുത്ത ഒരു ദിവസത്തേക്ക് മാറ്റി നടത്തുന്നതിൽ ബുദ്ധിമുട്ടില്ല. പ്രശ്നമൊന്നുമില്ല. അത് വേണമെങ്കിൽ ഈ ക്യാമ്പുള്ള സ്ഥലത്തെയും ഇപ്പോൾ ഈ കെടുതി ഉണ്ടായ 2 സ്കൂളിലെയും പരീക്ഷകൾ ഓരോ ദിവസത്തേക്ക് മാറ്റാം. 2-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഇപ്പം പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് ടോട്ടൽ കേരളത്തിലാകെ. അത് മാറ്റി വയ്ക്കാൻ നോക്ക്. വേറെ ദിവസത്തേക്ക് ആവാം. അവർക്ക് വേറെ സൗകര്യം കൊടുക്കാൻ നോക്കാം. അത് പ്രശ്നമല്ലേ? സൗകര്യം അല്ലെങ്കിൽ വേറെ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പ്ലസ് അതിൻ്റെ ചെയ്യേണ്ട എന്താ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഈ പറഞ്ഞ സ്കൂളിലേക്ക് പോയാൽ 20 മിനിറ്റ് അവിടെ നിന്ന് പോയി കാണുന്നല്ലേ? ഈ മഞ്ഞൂര് മാറ്റ സ്കൂൾ അത് പോവാം. അത് മീറ്റിംഗിന് മുമ്പ് ഏട്ടൻ അവിടെ നിന്ന് പോയി കാണുന്നല്ലേ? അവിടെ തുടങ്ങുന്നത് ഒടിഞ്ഞ് ക്യാമ്പുള്ള. അപ്പൊ അവിടെ ആദ്യം കണ്ടിട്ട് നമുക്ക് നേരെ യോഗത്തിന് പോവാം. എന്ത് അതാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. മേപ്പാടിയിൽ പോയാൽ മതി. പിള്ളാർമലയിലെ നമ്മുടെ ഒരു സ്ഥിതി അനുസരിച്ച് മേപ്പാടി ചെന്നാൽ ക്യാമ്പിലുള്ള ആളെയും കുട്ടികളെയും കാണാം, സ്കൂളിനെ ഒന്ന് കാണാം. നിങ്ങളുടെ മീറ്റിംഗിന് മുമ്പ് ഒരു ഡിസ്കഷൻ നടത്തുന്നതിന് മുമ്പ് കാണുന്നല്ലേ? അപ്പൊ അതങ്ങനെ ചെയ്യാം. ഒന്നത് അപ്പൊ നിൽക്കട്ടെ. നമ്മുടെ ലേബർ സ്റ്റേഷനിൽ ഭാഷിരുന്നോ ലേബറിന്റെ കക്ഷിയോടെ ഒന്ന് വിളിച്ചു കാരണമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിക്കൊള്ളു. ടീച്ചർമാരെല്ലാവരും വന്നിട്ടുണ്ടെന്ന്. അവരുടെ ഒരു യോഗം നമുക്ക് ചേരാൻ പറ്റുമോ? അവിടെ കളക്ടറേറ്റ് മെയിൻ യോഗം കഴിഞ്ഞ ശേഷം ആയിക്കോട്ടെ സാർ, എല്ലാവരും വരുത്താം. ഒന്ന് അവരൊന്ന് കണ്ടേക്ക് വന്നു. മേപ്പാടി ഉണ്ടെങ്കിൽ ഒന്ന് അവരിങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ ചേരാം. ലേബറിന്റെ ആൾക്കാരെ എന്താ ഞാൻ വയനാട്ടിലേക്കാണ്. തൊട്ടത്തൊഴിലാളുടെ കാര്യം തന്നെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. 1 ലക്ഷം രൂപ പെർ ഹെഡ് അല്ലേ? മരണമടഞ്ഞവർക്ക് അല്ലേ? ഓക്കെ. അപകടം പറ്റിയവർക്ക്, മരിച്ചവർക്ക് ഓക്കെ. ലേബർ ബോർഡ് അല്ലേ? ഓക്കെ. നോക്കേ, ഇപ്പൊ ജയംബാബ വിളിച്ചത് ലേബർ ബോർഡിന്റെ ചെയർമാനാണ്. അപ്പൊ അവിടെ ഈ മരിച്ച അതിൽ മെമ്പർമാരായി ആണല്ലേ പ്ലാന്റേഷനിലുള്ളവരെല്ലാവരും അല്ലേ? ആണ്. അവർക്ക് എല്ലാം 1 ലക്ഷം രൂപ വെച്ചാൽ ബോർഡിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാവും.